പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഗവർണർ സർക്കാർ പോര് തുടരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാനാണ് ഇടതു സംഘടനകളുടെ തീരുമാനം. അതേസമയം സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ ഇന്ന് കോടതിയെ സമീപിക്കും. സുരക്ഷയ്ക്കായി ഗവർണർ കൂടുതൽ പോലീസിന് ആവശ്യപ്പെട്ടത് നിയമപരമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഗവർണർ സർക്കാർ പോര് മുറുകുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഭാരതാംബയെ ചൊല്ലിയുള്ള സർക്കാർ ഗവർണർ പോര് അതിശക്തമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്നലെ രാവിലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തിയിരുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഭരണഘടനയുടെ പതിപ്പ് നൽകുകയും ചെയ്തു. ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രജിസ്ട്രാർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരള സർവകലാശാല നിയമാവലി വിരുദ്ധമായിട്ടാണ് വൈസ് ചാൻസലർ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് ഇടത് സംഘടനകൾ പറയുന്നത്. അതായത് സാധാരണ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാത്ത സമയങ്ങളിൽ അസാധാരണമായ നടപടി എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വൈസ് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുക. അത്തരത്തിൽ അസാധാരണമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യം നിലവിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മോഹൻ കുന്നുമേൽ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തത്. മാത്രവുമല്ല, ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. രജിസ്ട്രാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സിൻഡിക്കേറ്റുമായി ചർച്ച ചെയ്യാനോ തയ്യാറാകാതെ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇടത് സംഘടനകളും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം രജിസ്ട്രാറും പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ ഇന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആസ്ഥാനത്തെത്തി, സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതലയേറ്റിരുന്നു. വലിയ പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടിയായിരുന്നു അവർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. അതേസമയം ഇന്നും SFIയും DYFIയും ഒക്കെ വീണ്ടും ഗവർണർക്കെതിരെ സമരപരിപാടികൾ ശക്തമാക്കാനുള്ള രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാജ്ഭവൻ വരെ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നെങ്കിൽ ഇന്നും അത്തരത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് SFI നേതാക്കന്മാർ പറയുന്നത്. കാരണം ഗവർണറുടെ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകുന്നില്ല. ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമായാണ് ഗവർണർ പെരുമാറുന്നത് എന്നൊക്കെയാണ് SFIയുടെ വാദഗതി. DYFIയും അത്തരത്തിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഗവർണർക്ക് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ABVPയും ഒപ്പം തന്നെ BJPയുടെയും തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്താനാണ് ABVPയുടെ തീരുമാനം. ഇന്ന് പ്രത്യേകിച്ച് SFI മാത്രമാണ് ഒരു പ്രതിഷേധം നടത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എവിടത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും രാജ്ഭവൻ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇവരുടെ എല്ലാം തന്നെ പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ചും ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ദിവസം DYFI SFI പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് രാജ്ഭവന് സമീപം വരെ എത്തിയത് വല്ലാതെ ഗവർണറെ ചൊടിപ്പിച്ചിരുന്നു. അദ്ദേഹം DGPക്ക് നേരിട്ട് തന്നെ ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. രാജ്ഭവൻ തന്നെയാണ് ആ പരാതി നൽകിയത്. പ്രത്യേകിച്ചും ഇത്തരം സംഭവങ്ങളിൽ സുരക്ഷാ വീഴ്ച വലിയ തരത്തിലുണ്ടായിരിക്കുന്നു. DYFI പ്രവർത്തകർക്കെതിരെ വലിയ തരത്തിലുള്ള കേസെടുക്കണം. ഒപ്പം ഈ ഉദ്യോഗസ്ഥർ, അതായത് പിഴവ് പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ രാജ്ഭവൻ ഇന്നലെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെയായും നീങ്ങിയിട്ടില്ല. കാരണം ഗവർണർ പരാതി നൽകിയെങ്കിലും ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ഇത്തരം കാര്യങ്ങളെ കാര്യമായോ അല്ലെങ്കിൽ ഗൗരവപരമായോ എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ന് SFIയുടെ മാർച്ച് ഉണ്ടാകും, ഒപ്പം നിയമ നടപടികളിലേക്ക് നീങ്ങും. അതേസമയം രാജ്ഭവൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില നടപടിക്രമങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ DGPയെ നേരിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി വേണം. ഒപ്പം അദ്ദേഹം ഒരു പട്ടികയും നൽകിയിരുന്നു. സാധാരണ SAP ക്യാമ്പിൽ നിന്നോ KAP ക്യാമ്പിൽ നിന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ നൽകുന്ന പതിവാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരം റൂറലിലും സിറ്റിയിലുമുള്ള ചില പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് വേണ്ടത് എന്ന് കാണിച്ചുകൊണ്ടൊരു കത്താണ് നൽകിയത്. ആ കത്തനുസരിച്ച് ആ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് നിയമിക്കാൻ തീരുമാനിച്ചെങ്കിലും ജൂൺ 25 രാവിലെ ഉത്തരവിറങ്ങിയെങ്കിലും വൈകുന്നേരത്തോടുകൂടി ആ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. കാരണം സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുമ്പോൾ നടത്തേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും ആ അസംതൃപ്തി മേഖലാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു
പറഞ്ഞിരുന്നു, കോട്ടയത്ത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത് അംഗീകരിക്കാനാവില്ല. മാത്രവുമല്ല, ഇത്തരം വാർത്തകൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുവദിച്ചില്ല എന്നൊക്കെയുള്ള വാർത്തകൾ സ്വാഭാവികമായും രാജ്ഭവന്റെ ഭാഗത്തു നിന്നാണ് ചോർന്ന് പുറത്തേക്ക് വന്നത്. ഇതിലുള്ള അതൃപ്തി മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. എന്തായാലും ഗവർണറുമായുള്ള പോര് ഇതുപോലെ തന്നെ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വി ശിവൻകുട്ടിയും ഒപ്പം ആർ ബിന്ദുവും ഒക്കെ തന്നെ വലിയ തരത്തിൽ ഉള്ള പ്രതിഷേധ സ്വരം തന്നെയാണ് ഗവർണർക്കെതിരെ ഉയർത്തി മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഗവർണർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്, കാരണം ഈ അനാവശ്യമായ സമയത്ത് അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് ആർ ബിന്ദു സൂചിപ്പിച്ചത് തന്നെ. കാരണം ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി തന്നെ ഒരു നിയമപരമായി അല്ല എന്ന് ആർ ബിന്ദു സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ മന്ത്രിമാരടക്കം ഗവർണർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വലിയ തരത്തിൽ ഉയർത്താൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം. ആതിര. ശരി ബിനോയ്, ഗവർണർ സർക്കാർ പോര് തുടരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. അതേസമയം സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ ഇന്ന് കോടതിയെ സമീപിക്കും. സുരക്ഷയ്ക്കായി ഗവർണർ കൂടുതൽ പോലീസിനെ ആവശ്യപ്പെട്ടത് നിയമപരമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്.